നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് എന്ത് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. ഇതാണ് സബ്സ്ക്രിപ്ഷൻ ഫ്രം മെമ്പേഴ്സ്. അപ്പൊ അതിന് മുന്നേ നമ്മൾ എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് അറിയിക്കും. എന്താണ് സബ്സ്ക്രിപ്ഷൻ എന്ന് അറിയിക്കും. സബ്സ്ക്രിപ്ഷൻ എന്താണ്? ഇറ്റ് ഇസ് ദ എമൗണ്ട് പെയ്ഡ് മെമ്പേഴ്സ് ഓഫ് എ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ആ പറയുന്ന ഓർഗനൈസേഷനിൽ കൊടുക്കുന്ന വരിസംഖ്യ എന്ന് നമ്മൾ പറയും. അതാണ് എന്ത് സബ്സ്ക്രിപ്ഷൻ ടുവേർഡ്സ് ദർ മെമ്പർഷിപ്പ്. ആ മെമ്പർഷിപ്പിന് വേണ്ടി കൊടുക്കുന്ന ഒരു എമൗണ്ട് ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. അതെന്തായിരിക്കും? യൂഷ്വലി ഇയർലി ആയിരിക്കും എന്ത് ചെയ്യുന്ന പറഞ്ഞ എമൗണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താണ് ഇറ്റ് ഇസ് ദ മെയിൻ റവന്യൂ ഫോർ ദ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നമുക്ക് എന്ത് ചെയ്യാം പറയാം. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ അക്കൗണ്ട്സിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് അറിയുന്നില്ല. സബ്സ്ക്രിപ്ഷന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്? സബ്സ്ക്രിപ്ഷന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ട്രീറ്റ്മെന്റ് ഇൻ അക്കൗണ്ട്സ് നമുക്കറിയാം. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? റിസീറ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് അറിയാം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പറയാം, ബാലൻസ് ഷീറ്റ് അറിയാം. ഈ പറയുന്ന റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ആര് കയറി വരും? ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ കയറി വരും. ആര് കയറി വരും? സബ്സ്ക്രിപ്ഷൻ കയറി വരും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ വരുമ്പോൾ ഹൗ ടു അഡ്ജസ്റ്റ് ദ സബ്സ്ക്രിപ്ഷൻ, എങ്ങനെ വേണം ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഈ പറയുന്ന സബ്സ്ക്രിപ്ഷനെ എങ്ങനെ വേണം ട്രീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ പറയുന്ന റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സിൽ നമ്മൾ നോക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണ്. നമുക്കറിയാം ഒരു 3 വർഷമായിട്ടാണ് അത് 2013, 14, 2013, 14, 14, 15, 15, 16 എന്ന് പറയുന്ന 3 വർഷങ്ങളായിട്ട് ഒരു എമൗണ്ട് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എപ്പോഴും തന്നിരിക്കും. ആ പറയുന്നത് നമ്മൾ ഇങ്ങനെ പറയും ഇറ്റ് ഈസ് ദ എമൗണ്ട് റിസീവ്ഡ് ഇൻ ക്യാഷ്. ഇങ്ങനെ കിട്ടിയ എമൗണ്ട് ക്യാഷ് ആയിട്ട് കിട്ടിയ എമൗണ്ട് ആണ്. എന്നാൽ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് മീൻസ് വാട്ട്? ഇറ്റ്സ് സമ്മറി ഓഫ് ക്യാഷ് ബുക്ക്. ഇറ്റ് റിപ്പോർട്ട്സ് എന്താണ്? ഓൾ ക്യാഷ് ട്രാൻസാക്ഷൻ, ക്യാഷ് റിസീറ്റും ക്യാഷ് പേയ്മെന്റ് റിപ്പോർട്ട് ചെയ്യുന്ന ബുക്കാണ് എന്ത്? റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ക്യാഷ് ആയിട്ട് നമ്മൾ എത്ര എമൗണ്ട് റിസീവ് ചെയ്താലും സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് റിസീവ് ചെയ്താൽ എവിടെ റെക്കോർഡ് ചെയ്യണം? ഈ പറഞ്ഞ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യും. പക്ഷെ അങ്ങനെ റെക്കോർഡ് ചെയ്താലും ഏത് ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട്സ് ആണോ നമ്മൾ ചെയ്യുന്നത്, ആ പറയുന്ന ഫിനാൻഷ്യൽ ഇയർ നമ്മൾ എത്ര ഈ പറയുന്ന സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ് ചെയ്തു, അത് മാത്രം നമ്മൾ എവിടെ എടുക്കൊള്ളുക? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അതിൽ കൂടുതൽ എമൗണ്ട് എവിടെ എടുക്കത്തില്ല? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കത്തില്ല. മീൻസ് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഓഫ് ദ കറന്റ് ഇയർ ഈസ് ഓൺലി ടേക്കൺ ടു വാട്ട്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഓക്കെ, ഇനി അതിന് പുറമെ ആ പറയുന്ന ഈ വർഷം കിട്ടിയതിന് പുറമെ ഉള്ള ഓവർ ആൻഡ് എബോവ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് മീൻസ് വാട്ട്? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ്, അഡ്വാൻസ് അഡ്ജസ്റ്റ്മെന്റ്സ്, അതെല്ലാം നമ്മൾ എവിടെ ചെയ്യും? ബാലൻസ് ഷീറ്റ് ചെയ്യും. എവിടെ ചെയ്യും? ഇവിടെ ബാലൻസ് ഷീറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം നോട്ട് ഫോർ പ്രോഫിറ്റ് ക്വസ്റ്റ്യൻ ആണ് ഓർത്തോളണം. അതിന്റെ അകത്ത് നമുക്ക് റെസീറ്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. അപ്പോഴേ മനസ്സിലാലോചിച്ചോളണം എന്ത് ചെയ്യണം. ഈ പറഞ്ഞ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കറന്റ് ഇയർ സബ്സ്ക്രിപ്ഷൻ മാത്രമേ എടുക്കുള്ളൂ. ബാക്കിയെല്ലാം എവിടെയായിരിക്കും പോകുന്നത്? ബാലൻസ് ഷീറ്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. റിസീറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്സില് എങ്ങനെയാണ് ഈ പറഞ്ഞ ഐറ്റംസ് വരുന്നത്? എന്ത് ഐറ്റം? സബ്സ്ക്രിപ്ഷൻ. എന്ത് ഐറ്റോടാ? സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് വിൽ ബി ഷോൺ ഹിയർ. നമുക്ക് ഈ എത്ര സബ്സ്ക്രിപ്ഷൻ ആണ് കിട്ടിയത് നമ്മൾ അവിടെ കാണിക്കുക. റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കാണിക്കും. കാരണം നമ്മൾ ക്യാഷ് ആയിട്ടല്ലേ കിട്ടുന്നത് ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ഹോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ ക്യാഷ് ഇറസ്പെക്ടീവ് ഓഫ് വാട്ട്? ദ അക്കൗണ്ടിംഗ് ഇയർ. മീൻസ് 2013, 14 പൈസ നമുക്ക് എന്ന് കിട്ടിയടാ? 2014, 15 കിട്ടി. 2014, 15 പൈസ 2014, 15 തന്നെ കിട്ടി. 2015, 16 ഇനി കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നമുക്ക് എപ്പോ കിട്ടി? 14, 15 കിട്ടി. ഇത്രമാത്രം റിസീറ്റ് പേയ്മെന്റ് ഒക്കെ ഈ പറയുന്ന 3 വർഷം കൊടുത്തിട്ട് ഒരു കഥ പറയുകയാണെങ്കിൽ ഓർത്തോളണം. എന്താണ് അവിടെ പറയുന്നത് പറഞ്ഞാൽ സം ഓഫ് ദ സബ്സ്ക്രിപ്ഷൻ ടു ബി റിസീവ്ഡ് ഇൻ ദ ഇയർ 2015-16 ഈസ് റിസീവ്ഡ് ഇൻ ദ ഇയർ 2014-15 ആൻഡ് സം സബ്സ്ക്രിപ്ഷൻ ടു ബി റിസീവ്ഡ് ഇൻ ദ 2013-14 ഈസ് റിസീവ്ഡ് ഇൻ ദ ഇയർ 14-15 എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, 2013, 14 കിട്ടാനുള്ള 3000 കിട്ടിയത് എന്നാണ്? 14, 15 ക്യാഷ് 15, 14, 15 ക്യാഷ് ബുക്കിലാണ് കിട്ടിയത്. മീൻസ് 14, 15 റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത്. 14, 15 കിട്ടാനുള്ള പൈസ 14, 15 തന്നെ കിട്ടി. 15, 16 ഇനി കിട്ടാനുള്ള തുകയായ 2000 രൂപ എന്ത് കിട്ടി? 14, 15 കിട്ടി. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 3 വർഷം അത് കാണിച്ചിരിക്കുന്നത്. ബട്ട് ദെയർ ഈസ് എ പ്രോബ്ലം. അവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻകം ഓഫ് 2013, 14 is received in the 2014, 15 and income of 2014, 15 is received in the same year 14, 15 and income of 2015, 16 is received in the 2014, 15. ഓക്കെ, ഇവിടെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. റുപ്പീസ് 10,000 ഈസ് ഓൾറെഡി ടേക്കൺ ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഈ പറയുന്ന 3000 2000 എവിടെ എടുക്കത്തില്ലടാ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കത്തില്ല. ഈ പറയുന്ന 10,000 മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കുള്ളൂ. കാരണം അത് മാത്രമേ 14, 15 തുകയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? 13, 14, 15, 16 ആണ്.
നമ്മൾ എന്ത് ചെയ്യും? ഈ പറയുന്ന 13, 14 തുകയായ 3000വും 15, 14 തുക 2000 നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യൂടാ? ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ബാലൻസ് ഷീറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഇതാണ്. 3 വർഷത്തെ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇവിടത്തെ പോലെ തന്നെ 3 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ. ഞാൻ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ത് വരുമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് വരുമെന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ 10,000 രൂപ വരുമെന്ന് ഞാൻ പറഞ്ഞു. ഈ പറയുന്ന 10,000 രൂപ ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇതാ വന്നു. 10,000 രൂപ ഞാൻ എന്റെ ഇൻകം ആയിട്ട് എഴുതി. പക്ഷേ ഈ പറയുന്ന 10,000 ക്വസ്റ്റ്യന് ചിലപ്പോ പറയും. ഈ പറയുന്ന 10,000 3000 രൂപയുണ്ട്. ഏത് 3000? കഴിഞ്ഞ വർഷം കിട്ടേണ്ടതായിട്ടുള്ള 3000 എനിക്ക് ഈ വർഷം കിട്ടി. ആ 3000 എന്ത് ചെയ്യണം? കുറച്ച് കളയണം. ആ പറഞ്ഞ 3000 എന്ത് ചെയ്യണം? കുറച്ച് കളയണം. അല്ലെങ്കിൽ ഇനി അവിടെ ഞാൻ കുറച്ച് കളഞ്ഞില്ലെങ്കിൽ ആ പറയുന്ന എമൗണ്ട് എന്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഞാൻ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഇൻകം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫക്ട് വരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 10,000ന് 3000 കുറച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 7,000 രൂപ മാത്രമേ എന്തുള്ളൂ? എന്റെ ഈ വർഷത്തെ ഇൻകം ഉള്ളൂ. ഞാൻ ഇത്തവണ 10,000 മേടിച്ചെങ്കിലും അതിൽ 3000 എന്താണ്? എന്റെ പഴയ വർഷത്തെ തുകയാണ്. ഓക്കെ. എന്നിട്ട് എനിക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയ 2,000 രൂപ. എത്രയാണ് കിട്ടിയത്? അഡീഷണൽ ആയിട്ട് എത്ര രൂപ കിട്ടി? 2,000 രൂപ എനിക്ക് അടുത്ത വർഷത്തെ എമൗണ്ട് ഈ വർഷം കിട്ടി. അതും ഞാൻ എന്ത് ചെയ്യൂടാ? എന്റെ ബാലൻസ് ഷീറ്റ് ഞാൻ ലയബിലിറ്റി ആയിട്ട് കാണിക്കും. കാരണം എന്താണ്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അതുകൊണ്ട് ഞാൻ എന്തായിട്ട് കാണിക്കും? ഒരു ലയബിലിറ്റി ആയിട്ട് കാണിക്കും. അപ്പൊ നമുക്കിങ്ങനെ പറയാം. ഹിയർ വി ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട് 3 എലമെന്റ്സ്. നമ്മള് 3 കാര്യങ്ങളെ പറ്റിയാണ് എന്ത് ചെയ്തത്? സംസാരിച്ചത്. ഏതാ കാര്യങ്ങള്? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഏതാണ്ട്രാ? ഈ പറയുന്ന 3000 രൂപ. കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ 3000 എന്താണ്? കഴിഞ്ഞ വർഷം കിട്ടേണ്ടതായിട്ടുള്ള തുക ഈ വർഷം കിട്ടി. അതേപോലെ നമ്മൾ കറന്റ് ഇയറിന് നമുക്ക് ഈ വർഷം കിട്ടിയ 10,000 പറ്റി നമ്മൾ സംസാരിച്ചു. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? 2,000 പറ്റി സംസാരിച്ചു. വിച്ച് ഈസ് വാട്ട്? ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് കഥയെങ്കിലും ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബട്ട് ഇൻ കേസ് ഇങ്ങനെയൊക്കെയാണ് കഥയെങ്കിലും സംടൈംസ് there will be closing outstanding. There will be closing outstanding. എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ത് ബേസിലാണ്? അക്രൂവൽ ബേസിസിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഇനിയും കിട്ടേണ്ടതായിട്ട് കാണും. ഫോർ ദ ഇയർ. ഏത് ഇയർ? 2014, 15 സംടൈം there will be amount to be received അല്ലെങ്കിൽ to be received. A subscription amount for the year 14, 15 means what? Current year. Okay. നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ assume the total number of members be 25. മൊത്തം മെമ്പേഴ്സിന്റെ എണ്ണം എത്രയുണ്ടാ? 25 ആണ്. And the subscription be 480. അങ്ങനെയാണെങ്കിൽ so the subscription amount to be received for 2014-15 എത്ര വരും? നമ്മൾ സാധാരണ കിട്ടുക 25 into 480 means 12,000 rupees വരും. സാധാരണ നമുക്ക് കിട്ടുന്ന സബ്സ്ക്രിപ്ഷൻ. ബട്ട് നമുക്കറിയാം 14, 15 നമുക്ക് എത്ര എമൗണ്ട് കിട്ടിയുള്ളൂ? 10,000 രൂപയിലൂടെ കിട്ടിയുള്ളൂ. ദാറ്റ് മീൻസ് 2,000 രൂപ ഇനിയും കിട്ടാനില്ലേ? 2,000 രൂപ ഇനിയും കിട്ടാനുണ്ട്. ഈ പറയുന്ന എമൗണ്ട് എന്താണ്? ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ്. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ആണ്. ഇത് ഈ എമൗണ്ട് നമ്മൾ എവിടെ എടുക്കേണ്ടതായിട്ട് വരും? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഉറപ്പായിട്ടും കാണിക്കണം. കാരണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത പൈസ വാട്ട്? അക്രൂവൽ പ്രിൻസിപ്പൽ. അക്രൂവൽ പ്രിൻസിപ്പലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവലംബന സിസ്റ്റം ബുക്ക് ചെയ്യുന്നതനുസരിച്ച് അക്രൂവൽ കോൺസെപ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2,000 നമ്മൾ എവിടെ എടുക്കണം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എടുക്കണം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് എങ്ങനെ മാറും നമുക്ക് നോക്കാം. എങ്ങനെ മാറും നോക്കാം. എവിടെ നിന്ന്? ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് മാറുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഞാൻ എന്തെടുക്കൂടാ? 14, 15 തുക എന്തെടുക്കും? 10,000 രൂപ ഞാൻ എടുക്കും. 14, 15 തുകയെ 10,000 ഞാൻ റെക്കോർഡ് ചെയ്യും ഫോർ ദ ഇയർ. അതിന്റെ കൂടെ എനിക്ക് 2,000 രൂപ ഇനി സ്റ്റിൽ കിട്ടാനുണ്ട് ഫോർ ദ ഇയർ 14, 15. അത് ഞാൻ എന്ത് ചെയ്യും? കൂട്ടും. എനിക്ക് ഇനിയും കിട്ടാനുള്ള എമൗണ്ട് എന്റെ ക്ലബിലേക്ക് ഇനിയും കിട്ടേണ്ട എമൗണ്ട് ഞാൻ എന്ത് ചെയ്യും? കൂട്ടും. അതിൽ നിന്ന് എന്ത് കുറയ്ക്കൂടാ? ഈ പറഞ്ഞ 3,000 കുറയ്ക്കും. നമ്മളെവിടെ കുറച്ച് കണക്ക്? ഇവിടെ കുറച്ച് കണക്ക്. കാരണം അതെന്താണ്? കഴിഞ്ഞ വർഷത്തെ തുകയാണ്. അതും കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും എന്ത്? എന്റെ സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ. സബ്സ്ക്രിപ്ഷൻ ഫോർ ദ ഇയർ. ഓക്കെ. ഈ പറയുന്ന 2,000വും ഈ പറഞ്ഞ 3,000ത്തിന് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കും. കാരണം ഒരൊറ്റ അഡ്ജസ്റ്റ്മെന്റ്. കാരണം അത് എവിടെ വന്നോളൂ? റിസീറ്റ് പേയ്മെന്റ് അക്കൗണ്ട് വന്നോളൂ. പക്ഷേ ഈ പറയുന്ന 2,000 നമ്മളെ അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിൽ എന്ത് വരുമെടാ?
2 എഫക്ട് വരും. ഒരു എഫക്ട് ഇവിടെ വന്നു. ഇൻകം ആൻഡ് എക്സ്പെൻസ്. മറ്റേ എഫക്ട് എവിടെയായിരിക്കും വരുന്നത്? ബാലൻസ് ഷീറ്റിലായിരിക്കും. ഇവിടെ വരും, ബാലൻസ് ഷീറ്റിൽ വരും. ബാലൻസ് ഷീറ്റിൽ എന്തായിട്ടായിരിക്കും വരുന്നത്? അതൊരു അസറ്റ് ആണ്. കാരണം എന്താണ്? ഇൻകം ഔട്ട്സ്റ്റാൻഡിങ്. നമുക്ക് ഇനി കിട്ടാനായിട്ടുള്ള ഒരു എമൗണ്ട് ആണ്. ഇൻകം ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യും ഇവിടെ? അതിനെ ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ. ഇനി വരുന്ന 3000 രൂപ. നമ്മൾ നേരത്തെ പറഞ്ഞ 3000 രൂപ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സോറി 3000 അല്ല 2000 രൂപ. അതെന്താണ്ട്രാ? ഇവിടെ 15, 16 തുക നമ്മൾ എന്ത് ചെയ്തു? മുൻകൂട്ടി മേടിച്ചു. ഇൻകം റിസീവ്ഡ് ഇൻ അത് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡ് നമ്മൾ എന്ത് ചെയ്യും? കാണിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ എമൗണ്ട് സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നാണ് ഞാൻ എന്ത് ചെയ്തത്? പറഞ്ഞു തന്നത്. ഓക്കെ. ഈ